അപ്പോൾ 9ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കണത്. കുളിയും പണിയും നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിലോട്ട് കയറിയത്. അസർ നിസ്കാരത്തിന് ശേഷമാണ് കേട്ടോ എപ്പോഴും നമ്മൾ നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കയറണത്. കയറിയപ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന സംഭവം വെളിയിലിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അത് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം അത് ചൂടാറി കഴിഞ്ഞാലാണ് എൻ്റെ കട്ട്ലേറ്റിന് ഒരു ടെക്സ്ചർ ഓക്കെ ആവുക. അതുകൊണ്ട് തന്നെ പാൻ ചൂടാക്കിയിട്ട് അതിൽ തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തു. പിന്നെ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് ബ്രെഡിൻ്റെ ക്രംസ്, അതായത് ബ്രെഡ് പൊടിച്ചത് വളരെ കുറവായിരുന്നു കേട്ടോ. കാരണം തീരാൻ പോകുമായിരുന്നു. അപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഐശുവിനെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വരാൻ കുറച്ച് താമസിച്ചത് കാരണം ഉള്ള ബ്രെഡിൻ്റെ ക്രംസ് വെച്ചിട്ട് നമുക്ക് 4 കട്ട്ലേറ്റ് ഉണ്ടാക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചു. പിന്നെ അവൾ കൊണ്ടുവരുമ്പോഴത്തേക്കും ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ചായക്ക് കടിയായിട്ട് ഉണ്ടാക്കുന്നത് പുട്ടും പിന്നെ മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ചിക്കനും ബീഫൊക്കെ കഴിച്ച് മടുത്തോണ്ട് ഇന്നൊന്ന് പുട്ടും മീൻകറി ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ജ്യൂസായിട്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചായിരുന്ന സ്ക്വാഷ് സംഭവങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ലോങ് വീഡിയോ കണ്ടവർക്കറിയാം. ഞാൻ മുന്തിരിയും അതേപോലെ തന്നെ പൈനാപ്പിളൊക്കെ സ്ക്വാഷാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു 6-7 നോമ്പൊക്കെ ആയപ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ദിവസം ഇവിടെ നോമ്പ് തുറക്കാൻ അത്തച്ചമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം ചിലവായി. പിന്നെ പിള്ളേരാണെങ്കിലും സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ എടുത്ത് കുടിക്കും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വേഗം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം കൂടെ കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, വേസ്റ്റ് ആവാതെ സംഭവം തീർന്നല്ലോ, നമുക്കത് മതി. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ജ്യൂസൊക്കെ ഇങ്ങനെ ചെയ്ത് വയ്ക്കുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റേതായ ടെൻഷൻ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് തീരുമോ, നമുക്ക് ഇഷ്ടമാവുമോ എന്നൊക്കെ. പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ വേഗം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങനെ മുന്തിരി ഒന്നും വാങ്ങിച്ചടിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ തണ്ണിമത്തൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് അത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ കേട്ടോ. പിന്നെ തണ്ണിമത്തൻ മുറിച്ച സമയത്ത് അത് വലിയ സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. ഉള്ളൊക്കെ എന്തോ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ ജ്യൂസ് അടിക്കാനാണല്ലോ, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ അടിച്ചു വെച്ചു. കട്ട്ലേറ്റ് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട സമയത്ത് അത് അടിച്ചു വെച്ചു കേട്ടോ. കാരണം കട്ട്ലേറ്റ് നമുക്ക് ചൂടാറി കിട്ടണം, ജ്യൂസാണെങ്കിൽ തണുത്തും കിട്ടണം. അതുകൊണ്ട് തന്നെ അത് രണ്ടും ആദ്യം തന്നെ ഞാൻ ചെയ്ത് വെക്കും. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ കാര്യമായിട്ട് ഉണ്ടാക്കുന്ന കടിയുടെ പണിക്കൊക്കെ വേണ്ടിയിട്ട് തുടങ്ങാറുള്ളൂ. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തണ്ണിമത്തൻ ബാക്കിയുള്ളത് അതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പുട്ടിന് പൊടി വാട്ടണം. പിന്നെ മീൻകറിയും വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിച്ച സമയത്ത് നമ്മുടെ കിച്ചൺ സ്ലാബൊക്കെ നന്നായിട്ട് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി കഴിഞ്ഞിട്ട് പിന്നെ പുട്ടിന് പൊടി വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ മിക്ക വീടുകളും നമ്മുടെ അടുത്തുള്ള വീടുകളും അതുപോലെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും അവർ പറയണ കേൾക്കാം, എപ്പോഴും ഇവിടെ പത്തിരി ഇറച്ചിയും തന്നെ വേണമെന്ന് പറയണ കേട്ടോ. മിക്ക വീടുകളിലും അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, ഡെയിലി പത്തിരി ഇറച്ചിയൊക്കെ തന്നെ എങ്ങനെയാണ് കഴിക്കുക. എനിക്കൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിച്ച് കഴിയുമ്പോൾ തന്നെ പിന്നെ ചേഞ്ചായിട്ട് പുട്ടോ അപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, അതൊക്കെ ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, ഓരോരുത്തരും ഓരോ ക്യാരക്ടറാണല്ലോ. അപ്പോൾ നമ്മളെപ്പോലെ എല്ലാവരും ആവണമെന്നില്ലല്ലോ. അപ്പോൾ